നമസ്കാരം ഗൈസ്. ഇന്ന് നമ്മൾ ടെക്നിക്കൽ ചാർട്ടിൽ കാൻഡൽസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ കാൻഡൽസ്റ്റിക്സിന്റെ വിക്സ് ഉണ്ട്. വിക്സ് എന്ന് നമ്മൾ പറയും, ടെയിൽ എന്ന് പറയും, അതുപോലെ തന്നെ അപ്പർ ഷാഡോ, ലോവർ ഷാഡോ എന്നൊക്കെ പല രീതിയിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ടേംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ടെക്നിക്കലില് നോക്കുമ്പോൾ കാൻഡൽസ്റ്റിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കാൻഡൽസ്റ്റിക് നോക്കി ഒരു അനലൈസിങ് നടത്തുമ്പോൾ വിക്സ് എന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ട്രേഡിങ്ങിൽ ഈ വിക്സ് കാരണം നമുക്ക് വലിയ രീതിയിൽ നഷ്ടം ഉണ്ടാകാറുണ്ട്. ചില വിക്സിന് താഴെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാറുണ്ട്, ചിലർ ബോഡിക്ക് ഉള്ളിൽ കീപ്പ് ചെയ്യാറുണ്ട്. ഈ വിക്സ് കാരണം നമുക്ക് ട്രേഡിങ്ങിൽ പലതരം കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. സത്യത്തിൽ എന്താണ് ഈ വിക്സ്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, അത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വിക്സ് എന്നത് ട്രേഡിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? അത് പ്രൈസിന്റെ റിജക്ഷനെ സൂചിപ്പിക്കുന്നു, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രൈസ് റിവേഴ്സലിനെ സൂചിപ്പിക്കുന്നു. ക്യാൻഡിലിന്റെ ബോഡി ഉണ്ടാകുന്നത് ഓപ്പണും ക്ലോസും ചേരുമ്പോഴാണ്. ആ ടൈം ഫ്രെയിമിൽ തന്നെ ഓപ്പൺ റേറ്റിന് മുകളിലേക്ക് പോയി ഹൈ പോകുന്ന റേറ്റ് പോയിന്റ് സൂചിപ്പിക്കാനും അതുപോലെ തന്നെ ക്ലോസിന് താഴേക്ക് പോയിട്ടുള്ള ലോ സൂചിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ വിക്സ് ഉപയോഗിക്കുന്നത്. അത് വിക്സിനെ നമ്മൾ വിക്സ് എന്ന് പറയാറുണ്ട്, അപ്പർ ഷാഡോ അല്ലെങ്കിൽ ലോവർ ഷാഡോ എന്ന് പറയും, അതുപോലെ ടെയിൽസ്, ഹെഡ്, അത്തരം കാര്യങ്ങൾ അങ്ങനെയും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ പല ടേംസിൽ പല രീതിയിൽ ഈ കാൻഡിൽസിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ ആളുകൾ സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഒരു നിശ്ചിത ടൈം ഫ്രെയിമിൽ ഓപ്പണും ക്ലോസും ഒരു നിശ്ചിത റേഞ്ചിലാവുമ്പോൾ ഇങ്ങനെ ഹൈയും ലോയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വിക്സ് രേഖപ്പെടുന്നത്. വിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രൈസ് റിജക്ഷനെ സൂചിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഒരു പ്രൈസിന്റെ തിരിച്ചുള്ള റിവേഴ്സലിന്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടുന്ന ഈ വിക്സിൽ നിന്നാണ്. അപ്പൊ നമുക്കറിയാം, ഏത് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്താലും റിജക്ഷൻ സൂചിപ്പിക്കുന്നത് പറയുമ്പോൾ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം അത് ഹൈ ഇട്ടു, ആ ഹൈയിൽ നിന്ന് ഹൈയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുകയും ആ റേറ്റ് തിരിച്ച് റിജക്റ്റ് ആയി താഴോട്ട് ഓപ്പണിന് താഴോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു, അവിടെ ഓപ്പണിന് മുകളിലേക്ക് പോയി തിരിച്ച് ഓപ്പണിന് താഴേക്ക് വന്ന ഏരിയ ഒരു വിക്കായിട്ട് അല്ലെങ്കിൽ ടെയിലായിട്ട് രൂപപ്പെടുന്നു. അതിനുശേഷം ആ റേറ്റ് താഴോട്ട് സഞ്ചരിക്കുകയും അത് ഒന്നെങ്കിൽ അവിടെ വന്ന് ക്ലോസ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ലോയിലേക്ക് വന്നു, അവിടെ വെച്ച് വീണ്ടും ബുൾസ് ഒരുപക്ഷെ അപ്രഹാരം എടുക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും പ്രൈസ് റിജക്ഷൻ ഉണ്ടായിക്കൊണ്ട് തിരിച്ചു വന്നിട്ട് ഒരു കുറച്ച് മുകളിലേക്ക് വന്ന് ക്ലോസിംഗ് റേറ്റിൽ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വേണമെങ്കിൽ ഹൈയുടെ ഓപ്പണിന് മുകളിലേക്ക് പോയി വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ സംഭവിക്കുന്ന വിക്ക്. അപ്പൊ വിക്ക് ഓർ ടെയില്, ഈ ടെയിലിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതാണ്. നമ്മളൊരു അപ്പർ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടെയിൽ വന്നു, അവിടുന്ന് അവിടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൈസ് റിജക്ഷൻ വന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ പ്രൈസ് റിജക്ഷൻ വന്നതിന് ശേഷം തിരിച്ചു വന്നു, തിരിച്ചത് വീണ്ടും ആ ഒരു ലോ ഇട്ടതിന് ശേഷം വീണ്ടും റേറ്റ് കയറി പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, വീണ്ടും ആ ഓപ്പണിനെ കട്ട് ചെയ്ത് റേറ്റ് മുകളിലേക്ക് കയറി പോകുമ്പോൾ സംഭവിക്കും, വീണ്ടും അത് പ്രൈസിന്റെ റിവേഴ്സലായിട്ട് പരിഗണിക്കപ്പെടും. അതായത് താഴോട്ട് വന്ന ആ സെല്ലിംഗ് പ്രഷർ അവസാനിച്ചു, അതിനുശേഷം ബൈയിങ് പ്രഷർ വീണ്ടും ആരംഭിച്ചു എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു ക്യാൻഡിൽ എപ്പോഴും ഫോർമേഷൻ നടക്കുമ്പോൾ, ക്യാൻഡിൽ ഫോർമേഷൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ വിക്സ് എന്ന് പറയുന്നത് ഒരു എക്സോഷന്റെ സൈനാണ്. അതുപോലെ മാക്സിമം കയറി നമുക്ക് ഒരു വിക്സ് സംഭവിക്കുന്ന നല്ല ബൈയിങ് ട്രെൻഡിൽ പോകുന്ന ക്യാൻഡിൽസ് അധികം വിക്സ് ഉണ്ടാകാതെ തന്നെ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്ത് പോകും. ആ ട്രെൻഡിന്റെ അവസാനം എത്തുമ്പോഴാണ് നമുക്ക് ഈ വിക്സ് കൂടുതലായി സംഭവിക്കുന്നത്. അതും വലിയ ലാർജ് വിക്സ് എല്ലാം സംഭവിക്കുന്നത്. കാരണം അവിടെ വെച്ച് ആ ബൈയിങ് പ്രഷറിനെ അടിച്ചമർത്തിക്കൊണ്ട് സെല്ലേഴ്സ് അപ്പർ ഹാൻഡ് എടുക്കുന്നു. അപ്പൊ അവിടെ വെച്ച് പ്രൈസ് റിജക്ഷൻ ഉണ്ടാകുന്നു, പ്രൈസിന് റിവേഴ്സൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നേരെ തിരിച്ച് ബൈ സൈഡിൽ ഏത് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ബയർ ആണെങ്കിൽ സെല്ലർ ആണെങ്കിൽ സെല്ലർ, ബയർ ആണെങ്കിൽ ബയർ, ഏത് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ വെച്ച് ബയേഴ്സോ സെല്ലേഴ്സ് അവർക്ക് കൺട്രോൾ ലോസ് ആകുകയും ഓപ്പോസിറ്റ് പാർട്ടി ആരാണോ, ബയറാണോ സെല്ലറാണോ, അവര് മൊമെന്റം കൺട്രോൾ കയ്യിലെടുക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനിലാണ് ടെയിൽസ് രൂപപ്പെടുന്നത്. അതുപോലെ വിക്സ് നമ്മൾ ട്രേഡിംഗ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വിക്സിനെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചില സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കും, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കും. നമുക്കറിയാം, ഒരു ക്യാൻഡിൽ ഒരു നിശ്ചിത ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിലിന് രൂപപ്പെട്ടു, അതിന്റെ വിക്കിന് താഴെ അപ്രണ്ടിലേക്കാണ് നമ്മൾ കണ്ടിന്യൂസ് പോകുന്നതെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ അതിന്റെ ഹൈയെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും, അവിടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബൈ എടുത്തുകൊണ്ട് നമ്മൾ ആ വിക്കിന് താഴെ ലോവർ വിക്കിന് താഴെ, അതായത് ലോവർ ഷാഡോയ്ക്ക് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ആ രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു അപ്രന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോ ഒരു 10 രൂപയ്ക്ക് സാധനം ഒരു 30 രൂപയിൽ എത്തിയിരിക്കുകയാണ്, അവിടെ നിന്ന് പ്രൈസ് റിജക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ക്യാൻഡിലിന്റെ ലോ എന്ന് പറയുന്നത് ലോവർ ഷാഡോ അല്ലെങ്കിൽ ലോവർ ടെയിൽ എന്ന് പറയുന്നത് 27 രൂപയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 26.80 26.70 റേഞ്ചിൽ നമ്മളോട് സ്റ്റോപ്പ് ലോസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കയറ്റി വെക്കും. അതായത് പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ചെയ്യും. അപ്പൊ അതിന് താഴേക്ക് പൈസ റിവേഴ്സ് ചെയ്ത് ആ ക്യാൻഡിൽ താഴേക്ക് റിവേഴ്സ് ചെയ്ത് ആ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ആയിട്ട് പോകുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഈ പോകുന്ന അപ്പർ ട്രെൻഡ് അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ ട്രെൻഡ് നമ്മൾ ആ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തെടുക്കും. ആ രീതിയിൽ വിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു,
സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രോഫിറ്റ് ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാനും നമ്മൾ വിക്സിനെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ വിക്സ് ഉള്ള ക്യാൻഡിൽസ്, നമുക്ക് എല്ലാ ക്യാൻഡിൽസിലും പല ക്യാൻഡിൽസിലും നമുക്ക് വിക്സ് കിട്ടാറുണ്ട്. ഒരുവിധം ക്യാൻഡിൽസിൽ എല്ലാ ക്യാൻഡിൽസിലും 90 ക്യാൻഡിൽസിലും വിക്സ് ഉണ്ടാവും. അത് ചെറിയ ലോവർ വിക്സ് ആയിരിക്കാം, വലിയ അപ്പർ വിക്സ് ആയിരിക്കാം, നല്ല ലോങ്ങർ വിക്സ് ആയിരിക്കാം. അത് വിക്സിന്റെ വലുപ്പം അനുസരിച്ച് ട്രേഡിന്റെ പ്രാധാന്യം മാറും, ആ റിവേഴ്സ് ട്രെൻഡിന്റെ പ്രാധാന്യം മാറും. ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കും. അപ്പൊ നമ്മൾ വിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കും. പല ക്യാൻഡിൽസ് പാറ്റേൺസും നമ്മൾ വിക്സ് ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയാറുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് വിക്സ് ഉപയോഗിക്കുന്ന രണ്ട് ക്യാൻഡിൽസ് തന്നെ ഹാമർ, ഷൂട്ടിംഗ് സ്റ്റാർ. ഇവ രണ്ടിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിൽ പെട്ട കാര്യമാണ് ഈ വിക്സ് എന്നത്. അതിന്റെ വിക്സിന്റെ പ്രാധാന്യം എത്രത്തോളം നമുക്കറിയാം. ബോഡിയുടെ 3 times എങ്കിലും അപ്പർ അല്ലെങ്കിൽ ലോവർ ഷാഡോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് കൃത്യമായ ഒരു പാറ്റേൺ ആയിട്ട് പോലും പരിഗണിക്കുകയുള്ളൂ. ഷൂട്ടിംഗ് സ്റ്റാറിനെ കുറിച്ച് അറിയാം, ഹാമറിനെ കുറിച്ച് അറിയാം. അത് അറിയാത്തവർ, അങ്ങനെ ക്യാൻഡിൽ അറിയാത്ത പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാറിന്റെ ഹാമറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി. അപ്പം അതിനെ അത്തരത്തിൽ ഷൂട്ടിംഗ് സ്റ്റാർ ഹാമർ എന്ന് പറയുന്നത് നല്ലൊരു ബയോ സെല്ല് കിട്ടാൻ ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ്. ആ പാറ്റേൺ നമ്മൾ ഡിഫൈൻ ചെയ്തതും ആ ക്യാൻഡിലിൽ ട്രേഡ് എടുക്കുന്നതും ആ ട്രേഡിനെ എന്താ പറയുക, ആ ട്രേഡ് വാലിഡ് ആകുന്നതും എല്ലാം ഈ വിക്സിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ വിക്സിന്റെ പ്രാധാന്യം എന്താന്നുള്ളത് ഈ രണ്ട് ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ രണ്ട് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡിംഗ് ആക്യുറസി കിട്ടുന്നതിൽ ഏറ്റവും മികച്ച ആദ്യത്തെ 5 ക്യാൻഡിലിനുള്ളിൽപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാൻഡിൽസ് ആണ് ഷൂട്ടിംഗ് സ്റ്റാറും ഹാമറും എന്നത്. അപ്പൊ തന്നെ അറിയാം ഒരു ടെക്നിക്കലായി ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് വിക്സ് എന്നുള്ളത്. ഹയർ ടൈം ഫ്രെയിമിൽ വലിയ ലോങ്ങർ വിക്സ് വരിക എന്ന് പറയുന്നത് വളരെ ട്രേഡിംഗിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ വലിയ ഹയർ നമ്മളൊരു 15 1 മണിക്കൂർ 4 മണിക്കൂർ ടൈമിങ്ങിൽ ഒരു വലിയൊരു വിക്സ്, അതായത് അപ്പർ ഒരു ലോവർ വിക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്ന സ്കാൽപ്പേഴ്സിനെ സംബന്ധിച്ചോളം അവർ ആ വിക്കിനുള്ളിൽ അവർക്കറിയാം ആ വിക്ക് സംഭവിച്ചു, ആ വിക്കിന്റെ ലോ ആ ഓപ്പൺ വരെയുള്ള അതിന്റെ ഹൈറ്റ്, ആ ഗ്യാപ്പിനുള്ളിൽ സ്കാൽപ്പേഴ്സിന് ട്രേഡ് ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഈ സംഗീതത്തിൽ സംഭവിക്കുന്ന വലിയ ലോങ്ങർ വിക്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് ഏരിയയും റെസിസ്റ്റൻസ് ഏരിയയും എന്നതുപോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ട്രേഡിംഗിൽ വർക്ക് ചെയ്യുന്ന സപ്പോർട്ട് സോണും റെസിസ്റ്റൻസ് സോണുമാണ്. ഈ അപ്പർ വിക്സും ലോവർ വിക്സും എന്ന് പറയുന്നത് നല്ല പ്രൈമായിട്ടുള്ള പ്രൈസ് സോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയയാണ്. അതായത് വളരെ ചെസ് ആയിട്ടുള്ള ഈ സപ്പോർട്ടിനിടയിൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് നമുക്കറിയാം താഴോട്ട് പോകും, അല്ല ആ ഹൈ ഓപ്പൺ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മൾ ലോവർ ഷാഡോ ആണ് നോക്കുന്നതെങ്കിൽ ആ ലോ ബ്രേക്ക് ചെയ്താൽ താഴോട്ട് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഓപ്പൺ കട്ട് ചെയ്താൽ മുകളിലേക്ക് പോകും. അപ്പൊ അതിനിടയിലുള്ള ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ പ്രിഷ്യസ് ആയുള്ള പ്രൈസ് സോണാണ്. ആ സോണിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു എൻട്രി എടുക്കാനുള്ള അവസരമുണ്ട്. കൃത്യമായിട്ട് വിക്സിനെ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് അത് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒന്നാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ടെയിൽസ്, വിക്സ് എന്നൊക്കെ പറയുന്ന അതായത് നമുക്ക് ക്യാൻഡിലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ പാർട്ടാണ്. ഈ ഇമ്പോർട്ടന്റ് പാർട്ടിൽ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നത്, ട്രേഡ് ഡിസൈഡ് ചെയ്യുന്നത്, പ്രോഫിറ്റ് എടുക്കുന്നത്, ഇതിനെ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെയധികം പ്രധാനമുള്ള കാര്യമാണ്. ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഒരു ക്യാൻഡിൽ കണ്ടു അതിൽ ഇത്ര വിക്സ് എന്ന് പറയുന്ന ഒന്നൊന്നുമല്ല, ആ വിക്സിന്റെ ആ ബോഡിയുമായിട്ടുള്ള റേഷ്യോ എന്താണ്, ആ ടോട്ടൽ ട്രെൻഡിന്റെ എത്ര പെർസെന്റേജ് അതിന് ആ ഒരു വലിയ വിക്ക് ഉണ്ടായാൽ അതിനെന്ത് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൈസിന്റെ റിജക്ഷൻ എത്ര പെർസെന്റേജ് ആണ്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അതിനകത്തുണ്ട്. വിക്സിൽ മാത്രം ട്രേഡ് ചെയ്യുന്നവരുണ്ട്, വിക്സിന്റെ ടെക്നിക്സ് ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഗൂഗിളിലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്ന സ്ട്രാറ്റജികൾ അറിയാവുന്ന നോക്കി പഠിക്കുക. അപ്പം നമ്മൾ തുടർന്ന് വീഡിയോകൾ ചെയ്യും. അപ്പൊ അത്തരം വീഡിയോകളിലൊക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങൾ. അപ്പം ട്രേഡിംഗിന് നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന, ട്രേഡിംഗിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് ടൈം ആണ്, ലോങ് ടൈം ആണ്, ചില സ്കാൽപ്പർ ട്രേഡിംഗ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷാഡോ, അപ്പർ ഷാഡോ, ലോവർ ഷാഡോ, വിക്സ്, ടെയിൽസ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലാക്കണമെങ്കിൽ പറഞ്ഞ എക്സ്പെർട്ടൈസ് ചെയ്യണം. നമ്മളിപ്പോ പറയുമ്പോൾ പെട്ടെന്ന് ഒരു ക്യാൻഡിൽ വരച്ചു, നമ്മളോട് ക്യാൻഡിൽ വരച്ചു ഇതാണ് വിക്ക്, ഇതാണ് ടെയിൽ, നിങ്ങൾ ഇങ്ങനെ ട്രേഡ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് അത്രയും തീരും. പക്ഷെ നിങ്ങൾ ബൈ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ആ വിക്കിന്റെ പ്രാധാന്യം എന്താണ്, അത് എത്രത്തോളം വർക്ക് ആകുന്നുണ്ട്, എത്ര പെർസെന്റേജിന് വിക്ക് വന്നാലാണ് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നത്, ഇത്തരം കാര്യങ്ങളിലെല്ലാം കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ആണ്. അപ്പൊ നമ്മൾ പരിചയത്തോട് ചെയ്ത് എക്സ്പീരിയൻസ് ബൈ എക്സ്പീരിയൻസ് നമ്മൾ അതിലേക്ക് ആവുകയുള്ളൂ. അപ്പൊ എല്ലാവരും മനസ്സിലാക്കി അതിനെ ട്രേഡിംഗ് നല്ല രീതിയിൽ ഉപയോഗിക്കാനും കൂടുതൽ പഠിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നത് നന്ദി.